ഉഷ്ണതരംഗത്തിൽ ഡൽഹിയിൽ വീണ്ടും മരണം. ബീഹാർ സ്വദേശി സൂര്യാഘാതമേറ്റ് മരിച്ചു. നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. നിതിൻ, എന്താണ് വിശദാംശങ്ങൾ? വേണു, രാം മനോഹർ ലോഹ്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ബീഹാറിലെ ദർഭംഗ സ്വദേശിയാണ് ഇന്നിപ്പോൾ മരിച്ചിരിക്കുന്നത്. ഇന്നലെയാണ് ഇദ്ദേഹത്തിന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട് അതോടൊപ്പം തന്നെ കടുത്ത പനിയും അനുഭവപ്പെട്ടെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത്. ഇയാൾ ഒരു 40 വയസ്സുകാരനായ ഇയാൾ ഒരു കൂളറോ മറ്റ് ഫാനോ ഇല്ലാത്തൊരു മുറിയിൽ കഴിയുകയായിരുന്നു. അതിനുശേഷം ഇയാൾക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയായിരുന്നു. പിന്നീട് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നാണ് ഡോക്ടേഴ്സ് അറിയിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, ഡൽഹിയിൽ ഒരു മലയാളി പോലീസ് ഉദ്യോഗസ്ഥൻ സമാനമായി തന്നെ ഈ ഉഷ്ണതരംഗത്തെ തുടർന്ന് മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കടുത്ത ചൂടാണ് ഡൽഹി ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അനുഭവപ്പെടുന്നത്. 52.3 ഡിഗ്രി സെൽഷ്യസ് ആണ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയ താപനില. ആ താപനിലയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഒരു പഠനമെല്ലാം തന്നെ നടത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഒരു വിശദമായ പരിശോധന, ഈ സെൻസർ അടക്കമുള്ള കാര്യങ്ങൾ വിശദമായ പരിശോധന അടക്കമുള്ള നടപടിയിലേക്ക് പോകുന്നുണ്ട്. അപ്പോഴും ഇപ്പോൾ ഏറ്റവും ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുന്ന വിവരപ്രകാരം 52.3 ഡിഗ്രി സെൽഷ്യസ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ കടുത്ത ചൂടിലൂടെ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ ആളുകൾ പുറത്തിറങ്ങാൻ പാടില്ല തുടങ്ങിയ നിർദ്ദേശങ്ങളൊക്കെ തന്നെ സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഒരു മരണം കൂടി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ബീഹാറിലെ ദർഭംഗ സ്വദേശിയാണ് ഡൽഹിയിൽ ഇപ്പോൾ ഈ ഉഷ്ണതരംഗത്തെ തുടർന്ന് മരിച്ചിരിക്കുന്നത്. വേണു, ശരി. നിതിൻ അംബുജനാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.